സിനിമാ ജീവിതത്തിന് അപ്പുറം ബന്ധങ്ങൾക്ക് മൂല്യം നൽകിയ വ്യക്തി കൂടിയായിരുന്നു ശ്രീനിവാസൻ. ഒപ്പം നടന്നവർക്ക് പങ്കുവയ്ക്കാനുള്ളത് ഹൃദയത്തിൽ തൊടുന്ന ഓർമ്മകളാണ്. 4 പതിറ്റാണ്ട് കാലം മലയാള സിനിമയിൽ ബഹുമുഖ പ്രതിഭയായി നിന്ന ശ്രീനിവാസനെ പ്രമുഖർ ഓർത്തെടുക്കുന്നു. ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒന്നും പ്രതികരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം നിങ്ങളിലൊക്കെ എല്ലാവർക്കും അറിയാം, ശ്രീനിവാസനും ഞാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം. ഞാൻ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ മിനിഞ്ഞാന്ന് സംസാരിച്ചിരുന്നു. അതിനിടയ്ക്ക് പുള്ളി ഒന്ന് വീണു, എന്നിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ചെറിയ സർജറി കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഇത് ഇരുന്ന് തുടങ്ങി, വോക്കറിൽ നടക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അപ്പം ഇപ്പോഴും പോകുന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനെപ്പോഴും വന്ന് പുള്ളീനെ ചാർജ് ചെയ്യും. കാര്യം 2 ആഴ്ച കൂടുമ്പോൾ വീട്ടിൽ പോകും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കും. അപ്പോൾ വളരെ ബുദ്ധിയും ബ്രെയിനും ചിന്തകളൊക്കെ വളരെ ഷാർപ്പാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് മതിയായി എന്ന് പറഞ്ഞു. കാരണം കുറച്ച് നാളായിട്ട് അസുഖമായിട്ട് കിടക്കുകയാണല്ലോ. അപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സന്ദേശം വളരെ വീണ്ടും ഇതിൽ വന്നപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു അത് ഓക്കെ. ഉച്ചയ്ക്ക് 1 മണി മുതൽ എറണാകുളത്ത് ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. മറ്റു കാര്യങ്ങൾ വിനീത് ഉടനെ എത്തും. മക്കൾ എത്തിയതിന് ശേഷം മറ്റു കാര്യങ്ങളുടെ സമയവും മറ്റു നടപടികളും ഒക്കെ തീരുമാനിക്കുന്നതായിരിക്കും. അതാണ് തൽക്കാലം. 1 മണി മുതൽ 3 മണി വരെ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. അതെ, എത്രയോ പുതിയ ആൾക്കാർ തിരക്കഥയായിട്ടൊക്കെ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറയും നിങ്ങൾക്ക് ഒരു ബേസിക്കലി ഒരു അറിവ് വേണം തിരക്കഥയെ കുറിച്ച്. നിങ്ങൾ ശ്രീനിവാസിന്റെ തിരക്കഥ അല്ലെങ്കിൽ പത്മനാഭൻ ചേട്ടന്റെ അല്ലെങ്കിൽ MT സാറിന്റെ നോക്കുക. ഇത് വായിക്കാതെ നിങ്ങൾ തിരക്കഥ എഴുതി എങ്ങനെ, അതിന്റെ സൈഡിൽ എന്ത് എഴുതണം, എങ്ങനെയാണ് കഥാപാത്രത്തെ പോക്ക് ഒഴുക്ക് സീൻ മാർക്ക് ചെയ്യുന്നതൊക്കെ അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. ശ്രീനിവാസൻ തന്നെയാണ് ഉത്തമ ഉദാഹരണം. പക്ഷെ ശ്രീനിവാസൻ എല്ലാ സ്ക്രിപ്റ്റിനും ഹോംവർക്ക് ചെയ്യും, ഒരു ഓൺലൈൻ ഉണ്ടാക്കുമെങ്കിലും സെറ്റിൽ വെച്ചാണ് അധികം സീൻസ് ഒക്കെ എഴുതുന്നത്. അതെല്ലാം എന്താ പറയാ, ഒരു വാക്ക് പോലും മാറ്റേണ്ടി വരില്ല, അത്ര പെർഫെക്റ്റ് ആയിരുന്നു ശ്രീനിവാസൻ. അതിലൊക്കെ പോയി എനിക്ക് അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നെ സംബന്ധിച്ചോളം ഒരു നല്ല സുഹൃത്ത്. ഒരു തമാശ പറഞ്ഞാൽ ഏങ്ങി പൊട്ടിച്ചിരിക്കുന്ന ഒരാള്, അല്ലാതെ വേറെ വളരെ തമാശ പറയും ശ്വാസം പിടിച്ചത് അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ പുള്ളി പറയുന്ന തമാശയിലും അങ്ങനെയാണ്. ചുമ്മാ പാഴ് വാക്ക് വർത്തമാനങ്ങളൊന്നും ശ്രീനിവാസന്റെ ഇല്ല. ശ്രീനിവാസൻ സത്യനന്ദിക്കാറ് കൂട്ടുകെട്ട് ഒരുപാട് പടങ്ങൾ വേറെയും മറ്റും പല തലങ്ങളിലും കൂടെ അഭിനയിക്കുകയും ശ്രീനിവാസൻ എഴുതിയ സ്ക്രിപ്റ്റിൽ നല്ല മനോഹരമായ കുറച്ച് വേഷങ്ങൾ ചെയ്യാൻ പറ്റുകയും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സൗഹൃദത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. സ്വന്തം സ്ഥലത്തായിരുന്നു തളിപ്പറമ്പിൽ ഇവിടെ വന്നത് എൻ്റെ വീട്ടിലേക്ക് വൈക്കത്തേക്ക് പോകുന്ന വഴിക്കാണ് താമസം. കുറച്ച് വർഷമായിട്ടുള്ള ഇവിടെയാണ് താമസിക്കുന്നത്. എന്തോ ഒരട്ടം രോഗഗ്രസ്തമായി പോയി. അതുകൊണ്ട് വളരെ സ്മാർട്ടായിരുന്നു. എപ്പോഴും നമ്മുടെ മനസ്സിൽ സ്മരണകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സ്വഭാവമായിരുന്നു ശ്രീനിവാസന്റെ. അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി ചെയ്യുന്നുണ്ട്. ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തി കാണുന്ന കാഴ്ചയിലൂടെ എഴുതാൻ മറ്റൊരാൾക്ക് ഒരു കാരണവശാലും സാധ്യമല്ല എന്നുള്ള. കാരണം ശ്രീനിവാസൻ എന്ന എഴുത്തുകാരൻ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ള ജീവിതത്തിൽ നിന്നും പോകുന്ന ഓരോ കഥകളും അദ്ദേഹത്തിന് മാത്രം എഴുതുകാനും അദ്ദേഹത്തിന് മാത്രം പറഞ്ഞ് ഫലിപ്പിക്കാനും പറ്റുന്ന ഒരു കാര്യമുണ്ടെന്ന് ഞാൻ അന്ന് തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. കാരണം ശ്രീനേട്ടൻ്റെ കാരണം അന്ന് ഒരുപാട് കഥകൾ ശ്രീനേട്ടൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കഥകളൊന്നും തന്നെ പിന്നീട് കാലത്ത് കഥ പറയുമ്പോൾ ഒരു എക്സ്റ്റൻഷൻ പോലത്തെ ഒരു കഥ ഞങ്ങൾ ആലോചിച്ചിരുന്നു. അത് പിന്നീട് വേറൊരു രീതിയിൽ സരോജ് കുമാർ എന്നുള്ള രീതിയിലേക്കുള്ള സിനിമമായി മാറുന്നുണ്ട്. അപ്പം ശ്രീനിവാസന് പറഞ്ഞാൽ മാത്രം പറ്റുന്ന തരത്തിലേക്കുള്ള കഥകൾ എഴുതുക എന്ന് പറയുന്നത് അത് തിരിച്ചറിയുന്ന ഒരു പറ്റം സംവിധായകർ നമുക്കുണ്ടായിട്ടുണ്ട്. സത്യേട്ടനെ പോലെ, കമൽ സാറിനെ പോലെ, പ്രിയദർശനെ പോലെ, സിബി സാറിനെ പോലെയുള്ള സംവിധായകരെ നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തു വന്നപ്പോഴും ശ്രീനിവാസൻ എന്നൊരു വ്യക്തി ഉണ്ടാക്കിയിട്ടുള്ള ചലച്ചിത്രങ്ങൾ മലയാളി ഉള്ളിടത്തോളം കാലം, ലോകമുള്ളിടത്തോളം കാലം, ഈ മണ്ണിൽ ചവിട്ടി നടക്കുന്ന മനുഷ്യനുള്ളിടത്തോളം കാലം നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80കളുടെ തുടക്കത്തിൽ എഴുതിയിട്ടുള്ള പല സിനിമകളുടെയും ഡയലോഗുകൾ ഇന്ന് പുതിയ ജെൻസി പിള്ളേരുടെ
ട്രോളുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വാചകങ്ങളാണ്. അതിനകത്തുള്ള സീനുകൾ എടുത്തുകൊണ്ടാണ് അവർ പുതിയ തരത്തിൽ ഈ ട്രോളുകൾ ഉണ്ടാക്കുന്നത്. അപ്പം അന്നത്തെ ഒരു ജനറേഷനും ഇന്നത്തെ ഒരു ജനറേഷനും ഇനി വരാനിരിക്കുന്ന ജനറേഷനും ഇത് കൃത്യമായിട്ട് മനസ്സിലാവും എന്നുള്ളത് തന്നെയാണ് ശ്രീനിവാസൻ എന്ന വ്യക്തി എഴുതിയിട്ടുള്ള ചലച്ചിത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നത്. അദ്ദേഹത്തിന്റെ വേറെ ആരെയും അനുകരിക്കുന്ന ഒരു ശൈലിയല്ല. അദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ ഒരു സ്റ്റേജിൽ കയറി നിന്ന് 10 മിനിറ്റ് സംസാരിച്ചാൽ അതിനകത്ത് 9 മിനിറ്റ് നർമ്മം തന്നെയായിരിക്കും. അത് വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം പറയും. പിന്നെ അങ്ങനെ ആരെങ്കിലും മുഖം നോക്കി പറഞ്ഞാൽ അവർക്ക് ഫീൽ ചെയ്യുമോ എന്നുള്ള ചിന്തയും കാര്യങ്ങളൊന്നും അവിടെ ഒട്ടുമില്ല. വ്യക്തമായിട്ട് ഓപ്പണായിട്ട് പറഞ്ഞ് നമ്മളെ ചിരിപ്പിക്കുകയും അത്യാവശ്യം നന്നായിട്ട് ചിന്തിപ്പിക്കുകയും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ചിന്താവിഷ്ടയായ ശ്യാമളയിലെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ചിന്തിപ്പിക്കുന്നത് തന്നെയാണ്. അഗാധമായ ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു തിരക്കഥയാണ് ആ സിനിമയുടെ. അതുപോലെ എത്ര അതിന്റെ ഒരു ഭാഗ്യം വാസ്തവത്തിൽ കിട്ടിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ മോഹൻലാലിന് തന്നെയാണ്. എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു വേർപാടാണ് ശ്രീചേട്ടന്റെ. ഞങ്ങൾ തമ്മിൽ അത്രയും ഒരു അടുപ്പം, മാനസികമായിട്ടൊരു അടുപ്പം ഉണ്ടായിരുന്നു. നടൻ ശ്രീനിവാസന് കലാ കേരളം വിട ചൊല്ലുകയാണ്. അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണാനുള്ള ഒരുക്കത്തിലാണ് മറ്റ് ഉള്ളവർ. എന്തായാലും ഇന്ന് രാവിലെ മുതൽ പൊതുദർശനം നടക്കുന്നു. ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് മൃതദേഹം. നമുക്കറിയാം, ഇന്ന് രാവിലെ ആ വീട്ടിൽ നിന്നാണ് ശ്രീനിവാസൻ ആശുപത്രിയിലേക്ക് ഇറങ്ങുന്നത്. വഴിമധ്യേ രോഗാവസ്ഥ കലശലായി. പിന്നീട് താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം സംഭവിച്ചത്. അദ്ദേഹത്തിന് വിട ചൊല്ലുകയാണ് നാട് ഒന്നടങ്കം.